ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷെമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വാട്ടർ മെലൻ്റെ പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ തണ്ണിമത്തൻ്റെ സീസണാണല്ലോ ഇപ്പോൾ. അപ്പോൾ എല്ലാവരുടെ അടുത്തും വാട്ടർ മെലനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ വാട്ടർ മെലൻ്റെ കുരു കളയാമെന്നാണ്. കാരണം നമ്മൾ തണ്ണിമത്തൻ ഉപയോഗിച്ച് എന്ത് റെസിപ്പി ഉണ്ടാക്കണമെങ്കിലും അതിൻ്റെ കുരു കളയണം. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ അതിൻ്റെ കുരു എങ്ങനെ പെട്ടെന്ന് കളയാമെന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ കണ്ടോ, ഈ വാട്ടർ മെലൺ ഇപ്പോൾ ഞാനിവിടെ ചെറിയ പീസായി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ശ്രദ്ധിച്ചോ, മുകൾ ഭാഗത്ത് കുരു ഉണ്ടാവില്ല, ഈ ഭാഗത്ത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടോ, ഇതിലൊരു കുരു പോലും ഇല്ല. അപ്പൊ നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോ വാട്ടർ മെലന്റെ ബാക്ക് ഭാഗം, അതായത് അതിന്റെ സ്കിന്ന് കളയാം. ഈ അടിഭാഗത്തും അതുപോലെ തന്നെ കുരു ഉണ്ടാവില്ല, സെൻട്രലിൽ മാത്രമായിരിക്കും കുരു ഉണ്ടാവുക. അപ്പൊ കണ്ടോ, ഇതിൽ ആകെ 2 കുരുവുള്ളൂ. അപ്പൊ അത് നമുക്ക് കളയാം. ഇനിയിപ്പോ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ തണ്ണിമത്തൻ്റെ സെൻട്രൽ ഭാഗം എടുക്കാം. കണ്ടോ, ഇതിനകത്താണ് നിറച്ച് കുരു ഉണ്ടാവുക. അപ്പോൾ ഒരു കത്തിൻ്റെ കൂർപ്പ് ഭാഗം ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ കളഞ്ഞാൽ മതി. അപ്പോൾ അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് കുരുവില്ലാതെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ലോ ആയിട്ട് കാണിക്കുന്നേ ഉള്ളൂ. കയ്യിനൊക്കെ നല്ല സ്പീഡുള്ളവർക്ക് പെട്ടെന്ന് ഈ കുരു കളയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുരുവില്ലാതെ തന്നെ തണ്ണിമത്തന് എടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്താൽ മതി. മുകൾ ഭാഗം ആദ്യം കട്ട് ചെയ്തെടുക്കുക, അപ്പോൾ അവിടെ കുരു ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഈ തണ്ണിമത്തൻ്റെ ബാക്ക് വശം തന്നെ സ്കിന്ന് കളയുക. എന്നിട്ട് അതിൻ്റെ അടിവശത്തു നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുക. പിന്നെ സെൻറ്റർ ഭാഗത്ത് മാത്രമാണ് കുരു ഉണ്ടാകുക. അപ്പോൾ ഇതിൽ നിന്ന് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ കുരു ഇങ്ങനെ കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തണ്ണിമത്തൻ്റെ കുരു കളയാൻ സാധിക്കും. അപ്പം ഇനി എല്ലാവരും തണ്ണിമത്തൻ്റെ കുരു കളയാൻ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. വളരെ ഈസിയാണ്. അല്ലാത്ത പക്ഷം നമുക്ക് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ തണ്ണിമത്തനൊക്കെ കുരു കളഞ്ഞിവിടെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് 2.5 കപ്പ് ജ്യൂസ് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് വേണം തണ്ണിമത്തൻ എടുക്കാൻ. വെള്ളമൊന്നും ചേർക്കാതെ വേണം ജ്യൂസ് എടുക്കാൻ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 2.5 കപ്പ് തണ്ണിമത്തൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അതിൻ്റെ ജ്യൂസ് എടുക്കാൻ. അപ്പം നല്ല കളറുള്ള തണ്ണിമത്തൻ എടുക്കുകയാണെങ്കിൽ നല്ല കളറുള്ള ജ്യൂസ് കിട്ടും. നമ്മുടെ പുഡിങ്ങിനും തന്നെ നല്ല കളർ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചൈനാഗ്രാസ് ആണ്. അപ്പോൾ 10 ഗ്രാം ചൈനാഗ്രാസ് ചെറിയ പീസായി കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചൈനാഗ്രാസ് ഇവിടെ കുതിർത്ത് വെക്കുന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 10 ഗ്രാം ചൈനാഗ്രാസിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്യരുത്, അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. ചൈനാഗ്രാസ് മെൽറ്റ് ആവുകയും ഇല്ല. ഇപ്പോൾ ഇതിവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള 2.5 കപ്പ് തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര എടുക്കുമ്പോൾ തണ്ണിമത്തൻ നല്ല മധുരം ഉണ്ടെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ എടുത്താൽ മതി. പിന്നെ അധികം പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ 3/4 കപ്പൊക്കെ എടുത്താൽ മതി. നല്ല മധുരം വേണ്ടവർക്ക് മാത്രം 1 കപ്പ് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ തണ്ണിമത്തൻ്റെ ജ്യൂസും പഞ്ചസാരയും മിശ്രിതം ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ ഈ വാട്ടർ മെലൻ്റെ ജ്യൂസും ചൂടാക്കണം. ഞാനിപ്പോൾ ഇത് 2 ഒരേ ടൈമിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഡിറ്റ് ചെയ്ത് സെപ്പറേറ്റ് കാണിക്കുകയാണ്. അപ്പോൾ ചൈനാഗ്രാസിൻ്റെ മിശ്രിതം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേ സമയം നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്ത് പുറത്ത് കുറേ സമയം വെക്കാൻ പറ്റില്ല, അത് സെറ്റായി പോകും. അപ്പോൾ 2 ഒരേ സമയം ചെയ്യുക. ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ ഈ വാട്ടർ മെലൻ്റെ ജ്യൂസും നമ്മൾ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് 2 ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിനുള്ള മിക്സ് റെഡിയായി. അപ്പോൾ ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കുക. കാരണം മെൽറ്റ് ആവാത്ത ചൈനാഗ്രാസിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി ഈ പുഡിങ് ഉണ്ടാക്കാൻ. തണ്ണിമത്തൻ്റെ ജ്യൂസും പഞ്ചസാരയും അതുപോലെ ചൈനാഗ്രാസും. നമുക്ക് ഈസി ആയിട്ട് ഈ പുഡിങ് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് ഈ പുഡിങ്ങിന്. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ലവ് ഷേപ്പിലുള്ളൊരു മോൾഡിലേക്കാണ് പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമല്ല, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഉണക്കമുന്തിരി യൂസ് ചെയ്തത്. പുഡിംഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പുഡിംഗ് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ പുഡിംഗ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മോൾഡിൽ നിന്ന് മാറ്റാം. സിലിക്കോൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ടുപോരും. അപ്പോൾ നമ്മുടെ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലും കൂടി പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു, അതും കൂടെ നമുക്ക് എടുക്കാം. ഈ തണ്ണിമത്തൻ്റെ പുഡിങ്ങിൽ ഗ്രേപ്സ് ചേർത്തത് കാരണം കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഉണക്കമുന്തിരി ചേർത്തത്. അപ്പോൾ ഉണക്കമുന്തിരി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭംഗിക്ക് വേണ്ടി മാത്രമേ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് ചെറിയ പീസായി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, അതേപോലെ ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയും, നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ജെല്ലി ടൈപ്പിൽ ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി കളിക്കുന്ന ഒരു ഷേപ്പിലാണ് നമ്മുടെ പുഡിങ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.